ഇവിടെ വെച്ചേക്ക്. ഒരു പ്ലാൻ ഒന്ന് പാളിയെന്ന് വെച്ച് നമ്മൾ ഡെസ്പാവരുത്. ഒന്നിന് പഴച്ച 3 അല്ല 300 അടവുകൾ പ്രയോഗിക്കണം. വിജയം കണ്ടേ പിന്മാറാവൂ. ഈ കൊലയും കൊള്ളിയുപ്പൊക്കെ സാറിന് വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെ. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല, പക്ഷേ കൊല്ലാൻ എനിക്ക് മടിയൊന്നുമില്ല. ശക്തമായൊരു റീസൺ ഉള്ളതുകൊണ്ടാ ഞാൻ അവരെ കൊല്ലാൻ മുതിരുന്നത്. വല്ല പ്രേമത്തിന്റെയും പരാജയമാണോ സർ ഇതിന്റെ പിന്നിൽ? പ്രേമോ ഇക്കാലത്തോ? ഛേ, ദിവ്യമായ പ്രേമമൊന്നും എനിക്ക് ആരോടുമില്ല. ഈ വരുന്നതിന്റെ മുറപ്പെണ്ണ, കൂടെ വരുന്നത് അവളുടെ ഹസ്ബൻഡും. എന്നെക്കാൾ കോടാനുകോടികൾക്ക് മുകളിലാ അവളുടെ സ്വത്ത്. അതുകൊണ്ട് കെട്ടിയേക്കാന്ന് കരുതി. പക്ഷേ അവൾ എന്നെ ചതിച്ചു. അതാ തീർത്തേക്കാന്ന് വിചാരിച്ചത്. അവര് വരുന്നതിന് തൊട്ട് മുമ്പ് ദാ ഈ പോയിസൺ ഇതിൽ സ്പ്രേ ചെയ്യണം. നമ്മൾ ഈ പെർഫ്യൂമൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ. ദാ പിടിക്ക. അപ്പോൾ ഈ ബൊക്കെ കൊടുത്ത് അവരെ 2 പേരെയും സ്വീകരിക്കണം. അവർ വളരെ ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിച്ച് അവരുടെ മുറിയിൽ കൊണ്ടുപോയി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? റൂമില് വിഷം മുഴുവൻ പരക്കും. അങ്ങനെ ശ്വാസം മുട്ടി അവർ മരിക്കുകയും ചെയ്യും. അതെ അതെ, ഈ പ്ലാൻ കൊള്ളാം. ഇതൊന്നും പിഴയ്ക്കാനും പോകുന്നില്ല. ഇതുകൊണ്ട് തന്നെ അവർ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അത് സക്സസ് ആവുമെന്ന് കരുതി അടുത്ത വിദ്യ പ്രയോഗിക്കാൻ മറക്കരുത്. അത് ഉടൻ തന്നെ പ്രയോഗിച്ചേക്കണം. അതെന്ത് വിദ്യ? നേർപ്പിച്ച ആസിഡ് മിക്സ് ചെയ്ത വെൽക്കം ഡ്രിങ്ക്. ആ ഡ്രിങ്ക് ആയിരിക്കണം അവർക്ക് 2 പേർക്കും കുടിക്കാൻ കൊടുക്കേണ്ടത്. അത് കുടിച്ചു കഴിഞ്ഞാൽ പതിയെ അവരുടെ കുടലുകളെ കരിച്ചു കളയാൻ സാധ്യതയുള്ള ആസിഡുകൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒന്നിനു പിറകെ ഒന്നൊന്നായി ഓരോന്നും കൊടുത്തു ഇഞ്ചി ഇഞ്ചായി അവരെ കൊന്നേക്കണം. ബോഡിയൊക്കെ നമുക്ക് കാട്ടിക്കൊണ്ടുപോയി കളയാം. അതുപോരാ, പോലീസ് അന്വേഷണം വന്ന ഈ കുറ്റം ഏറ്റെടുക്കാൻ ഒരാൾ വേണം. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അമ്മ എക്സ് മിനിസ്റ്ററാ. അമ്മയുടെ അറിവോട് കൂടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. കുറ്റം ഏറ്റെടുക്കാൻ അമ്മ നാട്ടിൽ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിലൊന്നും നീ പേടിക്കണ്ട. ചാവേറുകളെ ഒത്തിരിയുണ്ട്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്താ അതുപോലെ? മതി സർ. മതി. അപ്പോ അവരുടൻ വരും. തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ശരി സർ. പോ. ചെല്ലേ. സോയ, വേഗം വാ, അവര് വന്നു. സോയ, ബൊക്കയില് പോയിസൺ സ്പ്രേ ചെയ്തോ? ചെയ്തു. എന്നാ നീ അത് ഫേസിൽ നിന്ന് മാറ്റി പിടിക്കുക. മാറ്റിയല്ലേ പിടിച്ചേക്കുന്നേ? വാ. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഓക്കെ ഗൗതം. വെൽക്കം. വെൽക്കം ടു ദിസ് ബംഗ്ലാവ്, റെസ്പെക്റ്റഡ് സർ ആൻഡ് മാഡം. It's a pleasure to be here. Thank you for the warm welcome. Thank you. Thank you. Madam, please. ഇത്
പിടിച്ചോ മാഡം. പ്രതാപവർമ്മ സാറിന്റെ മകൾ ഞങ്ങൾക്ക് രാജകുമാരിയും മരുമകൻ രാജകുമാരനുമാണ്. വരൂ. സർ, പെട്ടി ഞാൻ എടുത്തോളാം. പൊയ്ക്കോളൂ. ഇവിടെ വെച്ചേക്ക്. നിക്ക്. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഞങ്ങളെ രണ്ടുപേരും നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പേരും അറിയാം. നിങ്ങള് കപ്പിൾസ് ആണോ? ആ, അതെ. പേര് പറഞ്ഞില്ല. ഐ എം ഗൗതം. ഗൗതം സാവിയോ. ഞാൻ സോയ മാർഗരറ്റ് ഗൗതം. അല്ല, ഞങ്ങളുടെ റൂം എവിടെയാ? വരൂ സാർ, കാണിച്ചു തരാം. വരൂ. ദീപക് സാറാണല്ലോ. ഹലോ, ഒരു മിനിറ്റ്. ഹലോ സർ. പ്ലാൻ വർക്കൗട്ട് ആയില്ല അല്ലേ? ഇല്ല സർ. ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ദ നെക്സ്റ്റ് പ്ലാൻ വിൽ ബി വർക്കൗട്ട്. അത് വിട്ടേക്ക്, എന്നിട്ട് അടുത്ത പണി നോക്ക്. ശരി സർ. തുടങ്ങിക്കോളൂ. അടുത്ത പ്ലാൻ വർക്കൗട്ട് ആക്കണം. നിനക്കെന്നോട് ഒന്നും പറയല്ലേ പ്രിയെ? ഞാനെന്ത് പറയാന്? എല്ലാവരുടെയും കയ്യിൽ ഓരോ മൊബൈൽ ഫോൺ വന്ന കാരണം ഇപ്പൊ ബന്ധങ്ങളില്ലാണ്ടായി. നീ ഏത് നേരം ഈ മുറിയിൽ വന്ന ഈ വീട്ടിലുള്ളവർ സംശയിക്കൂലേ? എന്തിനു സംശയിക്കണം? ഞാൻ എന്റെ മുറിയിലല്ലേ ഇരിക്കുന്നേ. വല്ലാത്ത ബോറടി. ഇവിടെ ഇരുന്ന് ഈ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള പുസ്തകം എഴുതിയാലോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്. ആ അംബിക മേഡം തരാന്ന് പറഞ്ഞ കാശ് വാങ്ങിക്കാന്ന് വെച്ചാ അതും സമ്മതിക്കത്തില്ല. അവരാണെന്ന് തോന്നുന്നു. അല്ല, ജയനെവിടെ? വാഷ്റൂമിൽ പോയി ഒളിച്ചോ? ഇല്ല മേഡം, ആ, ഞാനിവിടെ ഉണ്ട്. അല്ല, എന്തു പറയുന്നു? ഞാൻ മുൻപ് ചോദിച്ച കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമായോ? എനിക്കുള്ള ഉപകാരം പുറകെ ചെയ്താൽ മതി. അത് ചെയ്യുന്നതിന് മുൻപ് ജയന് ജാമ്യം എടുക്കണ്ടേ? അത് പോലീസുകാരെനിക്ക് ജാമ്യം തരുമോ മേഡം? അതൊക്കെ തരും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പോലീസുകാർ ചോദിക്കും, ആ ജയൻ ഇത്രയും നാൾ ഒളിവിൽ താമസിച്ചത് എവിടെയാന്ന്. അപ്പോ ഞാനെന്ത് പറയണം? ആനവിരട്ടിപ്പാറ നാരകത്താനം ബ്രിട്ടീഷ് ബംഗ്ലാവിൽ എന്ന്.